ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അതിനായിട്ട് സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. തൃശ്ശൂരുള്ള ഇസ ഗോൾഡ് പുത്തമ്പള്ളിയുടെ പുറകുവശത്താണ് കട ഉള്ളത്. ഇസ ഗോൾഡിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ പോയി അപ്പോൾ എല്ലാവർക്കും ലിഫ്റ്റിൽ കയറണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ലിഫ്റ്റിൽ എല്ലാവരും കൂടി കുത്തിപ്പിടിച്ച് കയറി നമ്മൾ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് പോയി. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു നോക്കി വരാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമ്മൾ മാലയുടെ സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. ഫസ്റ്റ് നമ്മൾ നെക്ലേസ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഇരുന്നു. അങ്ങനെ നെക്ലേസ് നോക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ലക്ഷ്മി മാല സെലക്ട് ചെയ്തു. അപ്പോൾ അത് വെച്ച് നോക്കി, അത് വലിയ ഇഷ്ടമായില്ല. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ അതെൻ്റെ പോലെ തന്നെയാണ്, പക്ഷേ ലക്ഷ്മി മാലയുടെ ഉള്ളിലെ കോയിൻസിൻ്റെ ഇടയിൽ മുല്ലമൊട്ട് വരുന്ന ടൈപ്പിലുള്ള ഒരു മാല വെച്ച് നോക്കി. അങ്ങനെ അവരോരോന്ന് എടുത്ത് കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കി. പിന്നെ അടുത്തൊരു മാല നോക്കി. അപ്പോൾ അത് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കഴുത്തിൽ നിറഞ്ഞ് നിൽക്കുന്ന പോലെ നന്നായി തോന്നുന്നുണ്ട്. അത് നല്ല ഭംഗി തോന്നിയത്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായി. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓരോ സെക്ഷനിലാണല്ലോ മാലയുടെ സെക്ഷൻ. അത് അപ്പോൾ ലോങ് ചെയിൻ നമ്മളൊന്നും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു, അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഫ്ലോറിൽ പോയിട്ട് കൈ ചെയിൻ നോക്കാൻ പോയി. അപ്പോൾ അവിടുന്ന് 2-3 നമ്മൾ നോക്കി. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ ലൈറ്റ് വെയ്റ്റും ഉണ്ട്, പിന്നെ അല്ലാത്തതും ഫ്ലവറൊക്കെ ആയിട്ടുള്ളത് നല്ല നേരിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ബോൾസിൻ്റെ നല്ല ഭംഗിയുണ്ട്, ബോൾസ് അല്ലാത്ത ഉണ്ട് ബോൾസ്. അപ്പോൾ നമ്മൾ 2-3 വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇഷ്ടമായത് ആണ് ലാസ്റ്റ് ഇഷ്ടമായത് നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ട് പോരുക ചെയ്ത് കേട്ടോ. അപ്പോൾ അതായി വെക്കാൻ പോകുന്നതാണ് ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇഷ്ടമായത്. അന്ന് വരെ ഓരോന്ന് നമ്മൾ എന്നാലും ഓരോന്ന് വേറെ വെച്ച് നോക്കട്ടെ. അപ്പോൾ നമ്മൾ പിന്നെ നമ്മളിങ്ങനെ കാണുമല്ലേ, ഓരോന്ന് കാണുമ്പോൾ ഇത് മതിയോ വെച്ചിട്ട് നോക്കുകയാണ്. അപ്പോൾ ചിലതൊക്കെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ലേ. കുറച്ച് വെയിറ്റ് ഉള്ളതായ പിന്നെ കുഴപ്പമില്ലല്ലോ. ചിലതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇത് തോന്നെങ്കിലും അത് വെയിറ്റ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ വാങ്ങി ഇട്ടിട്ട് കാര്യമില്ല, ചിലപ്പോൾ പെട്ടെന്ന് അതിൻ്റെ പണി തീരും. അപ്പോൾ പിന്നെ കുറച്ചൊരു ഇതുള്ളത് ഇപ്പോൾ ലാസ്റ്റ് ഇട്ടത് അതാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട്. അപ്പോൾ അവളെ കയ്യിൽ ലാസ്റ്റ് കിടക്കണ്ടായിരുന്നില്ല, അതാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചത്. പൊന്നൊക്കെ അവിടെ കിടന്നു വയ്യാണ്ട്. അതിലിടയ്ക്ക് നമുക്കവർ വെള്ളവും ജ്യൂസും സ്നാക്സൊക്കെ കൊടുന്നു തന്നു കേട്ടോ. അപ്പോൾ സ്നാക്സ് ലഡുവും പിന്നെ ലൈമാണ് കൊടുന്നു തന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിച്ചു. ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്യണമൊക്കെ കൂടി നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതൊരു 11-12 മണിയൊക്കെ ഉണ്ടാവും. അവിടെ എത്തിയപ്പോൾ കറക്റ്റ് നട്ടുച്ച സമയമാണ്. നമ്മളങ്ങനെ അവരൊക്കെ തന്നതൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ അടുത്ത ഓരോ ഫ്ലോർ മാറി പോകണ്ടേ. അപ്പോൾ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് പോയിട്ടാണ് ലിഫ്റ്റിൽ തന്നെ അങ്ങനെ പോയി കമ്മലിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് കേട്ടോ. ജിംക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യണ ഏതാതെന്ന് എടുക്കണ്ട. അതിൽ ഒരുവിധമൊക്കെ പണ്ടത്തെ മോഡലുണ്ട് കുറേയൊക്കെ, പക്ഷേ അതിൻ്റെ സ്റ്റഡൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റഡ് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റഡ് ഇഷ്ടപ്പെട്ട ജുംക്കയും അങ്ങനെ മാറ്റി തരുന്നൊക്കെ ഉണ്ട് കേട്ടോ അവർ, നമുക്കിഷ്ടപ്പെട്ട ഇതിൽ. അങ്ങനെ പിന്നെ ഉള്ളിൽ ബോൾസ് ഹാങ് ചെയ്ത് എടുക്കുന്ന ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് നോക്കി. ഉള്ളിൽ ബോൾസ് ഇല്ലാത്തതും നോക്കി. അപ്പോൾ പൊതുവെ ബോൾസ് ഉള്ളതിപ്പോൾ ഇങ്ങനെ കണ്ടുവരുന്ന കാരണം അല്ലാത്ത ടൈപ്പ് സാധാ ജുംക്കയുടെ പോലെ തന്നെ, പക്ഷേ ഉള്ളിൽ അത്ര കുഴിയില്ലാണ്ട് പരന്ന ടൈപ്പായിട്ടുള്ള ഒരു ജുംക്ക എടുത്ത്. അത് ഭംഗിയുണ്ടായിരുന്നു അവൾക്ക് കാണാൻ. അപ്പോൾ രണ്ടും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൾസിൻ്റെ ഒന്ന് നോക്കി. ബോൾസിൻ്റെ ഭംഗിയുണ്ട് കാണാൻ, പക്ഷേ അത് പൊതുവേ അങ്ങനെ
എപ്പോഴും എല്ലാവരുടെ അടുത്തുണ്ട്. എൻ്റെ ഒക്കെ അങ്ങനത്തെ ആയിരുന്നു എൻ്റെ കമ്മൽ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കേട്ടോ. ഓക്കെ, ശരി.